നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകൾ. നമ്മൾ തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരു ചോദ്യം കഴിഞ്ഞ PSC പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. തെരഞ്ഞെടുത്ത ഫാക്ട്സ് ആയതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ്സിൽ പറയുന്ന എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഓരോ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ഫാക്ട്, സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത്, അക്ഷര നഗരി എന്ന് പറയുന്നത് തന്നെ കോട്ടയം ജില്ലയാണ്. അപ്പൊ കോട്ടയത്തെ നാട്ടകം എന്ന സ്ഥലത്താണ് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് എന്ന് ഓർക്കുക. H5N2 H5N1 എന്താണ്? പക്ഷിപ്പനി രോഗ വൈറസ് ആണ് H5N1. H5N2 പക്ഷിപ്പനി രോഗ വൈറസ് ആണ്. അപ്പോൾ പക്ഷിപ്പനിയുടെ H5N2 വൈറസ് ബാധിച്ചുള്ള ലോകത്തെ ആദ്യത്തെ മരണം സ്ഥിരീകരിച്ച രാജ്യം ഏതാണ്? പക്ഷിപ്പനി H5N2 വൈറസ് ബാധിച്ചുള്ള ലോകത്തെ ആദ്യത്തെ മരണം സ്ഥിരീകരിച്ച രാജ്യം ചോദിച്ചാൽ മെക്സിക്കോ ആണെന്ന് ഓർക്കുക. മെക്സിക്കോ. അടുത്ത ഫാക്ട്, തലച്ചോറിനെ ബാധിക്കുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം. ഇപ്പോൾ വാർത്തകളിലെല്ലാം ഇടം നേടിയ അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസഫൈലൈറ്റിസ്, ഈ രോഗത്തിന് കാരണമായ രോഗകാരിയുടെ പേരെന്ത്? അല്ലെങ്കിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന്റെ രോഗകാരി? വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെഗ്ലേറിയ ഫൗളറി എന്ന അമീബയാണ് തലച്ചോറിനെ ബാധിക്കുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുമ്പോൾ തന്നെ തലച്ചോറ്, മസ്തിഷ്കത്തെയാണ് ബാധിക്കുന്നത്. ആ രോഗം അമീബിക് മെനിഞ്ചോ എൻസഫൈലൈറ്റിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ രോഗത്തിന് കാരണമായ രോഗകാരിയുടെ പേരാണ് നെഗ്ലേറിയ ഫൗളറി എന്ന അമീബ. ഓക്കെ, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ച ജില്ല ഏത്? കാസർഗോഡ് ജില്ലയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ചത് എന്ന് ഓർക്കുക. എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഫാക്ട്, അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കണ്ട ചുഴലിക്കാറ്റാണ് റമൽ ചുഴലിക്കാറ്റ്. ഈ റമൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ഒമാൻ ആണ്. ഒമാൻ. റമൽ എന്ന വാക്കിന്റെ അർത്ഥം മണൽ. അപ്പൊ ഈ വാക്കിൽ എല്ലാം ഒരു കണക്ഷൻ ഉണ്ട്. റമൽ, ഒമാൻ, മണൽ. റമൽ മണൽ അങ്ങനെ കണക്ട് ചെയ്യാം. റമൽ മണൽ. ഈ റമലിനെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടു കഴിഞ്ഞാൽ ഒമാൻ എന്ന് കിട്ടും. അപ്പൊ റമൽ പേര് നൽകിയത് ഒമാൻ. റമൽ എന്ന വാക്കിന്റെ അർത്ഥം മണൽ എന്നതാണ്. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേരാണ് റമൽ ചുഴലിക്കാറ്റ്. ക്ലിയർ? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പ്രതീക്ഷിത ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെയിലാണ്. പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാ? പൂനെ. ഓക്കെ. സ്ത്രീകൾക്ക് സുരക്ഷിത യാത്രയൊരുക്കുന്ന റെയിൽവേയുടെ പദ്ധതിയുടെ പേരെന്ത്? മേരി സഹേലി. അപ്പൊ മേരി സഹേലി എന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഏത് സ്ഥാപനത്തിന്റെ പദ്ധതിയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ്. സ്ത്രീകൾക്ക് സുരക്ഷിത യാത്രയൊരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയുടെ പേരാണ് മേരി സഹേലി. ഓക്കെ, അപ്പോ ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC, LGS, സെക്രട്ടേറിയറ്റ് OA, കേരള ബാങ്ക് OA മുതലായ കോഴ്സുകൾ നടന്നു വരികയാണ്. അപ്പോൾ കേരള ബാങ്ക് OA ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. ഒക്ടോബർ മാസം 26. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 2 മാസം പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പൊ LDC പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് മസ്റ്റായിട്ടും നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ജോയിൻ ചെയ്തേക്കാം. ഫുൾ സിലബസ് കവർ ചെയ്ത് ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്,
ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോട്ട് GK, പിന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ സിലബസ് വൈസ് ക്ലാസ് ഓരോ ഫോൾഡറിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി അങ്ങനെ ഓരോ ഫോൾഡറിനകത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്ട്ലി ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കേരള ബാങ്ക് OA കോഴ്സിന് ഇപ്പോൾ ഓഫർ ഉണ്ട്. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ LDC കോഴ്സിനും ഓഫർ ഉണ്ട്. LDC കോഴ്സ് ആയാലും December 31 വരെ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കും. LDC പരീക്ഷ കഴിയുന്നത് വരെ അല്ല, ഈ വർഷം അവസാനം വരെ ആ കോഴ്സിന്റെ വാലിഡിറ്റി കിട്ടുന്നതാണ്. അതിനകത്തും ഈ ഓരോ LDC പരീക്ഷ കഴിയുമ്പോഴും ഞാൻ റിലേറ്റഡ് ഫാക്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കൊല്ലം കണ്ണൂർ ഇപ്പം അവസാനം കഴിഞ്ഞത് കൊല്ലം കണ്ണൂർ പരീക്ഷ LDC എക്സാം ആണ്. അതിന്റെ റിലേറ്റഡ് ഫാക്ട് ഇട്ട് തീരാറായി. അപ്പോൾ അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ടാണ് ക്ലാസ് ഇട്ടേക്കുന്നത്. അതിലും അഡ്മിഷൻ ഓപ്പൺ ആണ്. LGSന്റെ ബാച്ചിലും അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പോൾ ഈ കോഴ്സുകളെല്ലാം നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് വരുന്നത്. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് തന്നെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ചോദിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. അതുപോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പറഞ്ഞ കാര്യം ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? കോട്ടയം ജില്ലയിലെ നാട്ടകത്താണ്. പക്ഷിപ്പനിയുടെ H5N2 വൈറസ് അല്ലെങ്കിൽ വകഭേദം സ്ഥിരീകരിച്ച് അല്ലെങ്കിൽ ബാധിച്ച് ലോകത്തെ ആദ്യത്തെ മരണം സ്ഥിരീകരിച്ച രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ മെക്സിക്കോ ആണ്. മെക്സിക്കോ. തലച്ചോറിനെ ബാധിക്കുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം അല്ലെങ്കിൽ അമീബിക് മെനിഞ്ചോ എൻസഫൈലൈറ്റിസ്, ഈ രോഗത്തിന്റെ രോഗകാരിയായ അമീബയുടെ പേരെന്ത്? നെഗ്ലേറിയ ഫൗളറി എന്നതാണ് അമീബയുടെ പേര്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ച ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ല. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് റെമൽ ചുഴലിക്കാറ്റ്. ഈ റെമൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഒമാൻ. റെമൽ എന്ന വാക്കിന്റെ അർത്ഥം മണൽ എന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ പൂനെയിലാണ്. മേരി സഹേലി എന്നത് ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ്. സ്ത്രീകൾക്ക് സുരക്ഷിത യാത്രയൊരുക്കുന്ന റെയിൽവേയുടെ പദ്ധതിയുടെ പേരാണ് മേരി സഹേലി. ക്ലിയർ? അടുത്ത ഫാക്റ്റിലേക്ക് പോകാം. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയത് ആരാണ്? ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയത് ജെന്നി എയർപെൻബെക്ക് ആണ്. ജെന്നി എയർപെൻബെക്ക് കെയ്റോസ് എന്ന നോവലിനാണ് ഏത് നോവലാണ്? കെയ്റോസ് എന്ന നോവലിനാണ് പുരസ്കാരം. ഈ നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം അല്ലെങ്കിൽ തർജ്ജമ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ മിഖായേൽ ഹോഫ്മാൻ ആണ്. ഈ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ജർമ്മൻ എഴുത്തുകാരി കൂടിയാണ് ജെന്നി എയർപെൻബെക്ക്. ആദ്യത്തെ ജർമ്മൻ ജെന്നി, ആ പേര് തന്നെ ഉണ്ടല്ലോ. ആദ്യത്തെ ജർമ്മൻ എഴുത്തുകാരി കൂടിയാണ് ജെന്നി എയർപെൻബെക്ക്. കാമ്യ കാർത്തികേയന്റെ ഒരു ഫാക്റ്റ് ആണ്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആര്? കാമ്യയാണ്. 16 വയസ്സാണ് പ്രായം. കൂടാതെ വേറൊരു റെക്കോർഡ്, ലോകത്തിൽ തന്നെ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ പെൺകുട്ടിയുമാണ് കാമ്യ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയും ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ പെൺകുട്ടിയുമാണ് കാമ്യ. ഓർക്കുക. ശക്തി 2024 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസം? സംയുക്ത സൈനിക അഭ്യാസം. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ശക്തി 2024. 2024 ഹൈഡ്രജൻ ഉച്ചകോടി, ലോക ഹൈഡ്രജൻ ഉച്ചകോടി നടന്നത് എവിടെ അല്ലെങ്കിൽ വേദി എവിടെ? നെതർലാൻഡ്സ് ആണ് 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ്. 2024 20ാമത് P. കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2024 20ാമത് P. കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണെന്ന് ഓർക്കുക. അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം വരുന്നു. അതിന്റെ പേരാണ് മൈത്രി 2. അപ്പൊ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് മൈത്രി 2. ഇതിനു മുന്നേ 2 ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്, മൈത്രിയും ഭാരതിയും. ആദ്യത്തേത് മൈത്രി, രണ്ടാമത്തേത് ഭാരതി. മൈത്രി 1989 സ്ഥാപിച്ചത്. ഇപ്പോ ഏതാ വരുന്നത്? മൈത്രി 2 ആണ് വരുന്നത്. മൈത്രി 2 അന്റാർട്ടിക്കയിലാണ്.
അടുത്ത ഫാക്ട്, 2024 46ാമത് ATCM. എന്താ ATCM? അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ്. അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ATCM 46ന്റെ വേദി ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. കാരണം കൊച്ചിയിൽ വെച്ചാണ് ഇത് നടന്നത്. കൊച്ചിയാണ് വേദി. ഓക്കെ, അപ്പൊ പറഞ്ഞ ഫാക്ട്സ്. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ജേതാവ് ജെന്നി എയർപെൻ ബെക്ക്. നോവൽ കെയ്റോസ്. ഈ നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മിഖായേൽ ഹോഫ്മാൻ. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ജർമ്മൻ എഴുത്തുകാരിയാണ് ജെന്നി എയർപെൻ ബെക്ക് എന്നും ഓർക്കുക. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയും ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ പെൺകുട്ടിയും കാമ്യയാണ്. കാമ്യ കാർത്തികേയൻ. 16 വയസ്സാണ് പ്രായം. ശക്തി 2024 ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണെന്ന് ഓർക്കുക. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി നെതർലൻഡ്സ് ആണ്. നെതർലൻഡ്സ്. 2024 20ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് അടൂർ ഗോപാലകൃഷ്ണൻ. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് മൈത്രി 2. മൈത്രിയും ഭാരതിയും 2 ഗവേഷണ കേന്ദ്രങ്ങൾ അന്റാർട്ടിക്കയിലുണ്ട് ഇന്ത്യയുടേതായിട്ട്. ആദ്യത്തേത് മൈത്രിയാണ്, 1989 സ്ഥാപിച്ചത്. രണ്ടാമത്തത് ഭാരതി. അടുത്തത് 2024 46ാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ATCM 46 വേദി കൊച്ചിയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ ഫാക്ട്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. നന്നായിട്ട് തന്നെ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോകാം. കാരണം റിപ്പീറ്റ് ആയിട്ട് പറയുന്നതല്ലേ, ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോകാം. ചെറിയൊരു നോട്ട്ബുക്ക് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കറണ്ട് അഫയേഴ്സിനെ മാത്രം ആയിട്ട് ഒരു നോട്ട്ബുക്ക് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ട്സ് ഒക്കെ ഒന്ന് എഴുതിയും പോവാം. ഇടയ്ക്കൊക്കെ എടുത്ത് റിവൈസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. ഹർഷിതം എഡ്യൂടെക് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.